ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യൻദുറൂന ഇല്ലാ സയ്ഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ യൻദുറൂന ഇല്ലാ സയ്ഹതൻ വാഹിദ. അവർ ഒരു അട്ടഹാസത്തിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അതല്ലാതെ വേറെയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും, ആ അട്ടഹാസം അവരെ പിടികൂടും. വഹും യഖ്സിമൂൻ, ആ സമയത്ത് അവർ തർക്കിച്ചുകൊണ്ടിരിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞു. ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിപ്പറഞ്ഞു. ചെറിയതും വലിയതുമായ അടയാളങ്ങൾ പറഞ്ഞു. ഇവിടെ ദീന് കുറയും, ഇൽമ് കുറയും, ആണുങ്ങൾ കുറയും, പെണ്ണുങ്ങൾ അധികരിക്കും, പള്ളിയിൽ സംസാരം ഉയരും. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ കാര്യമാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്ത് നാൾ വരുമ്പോൾ കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളെയും മഹാന്മാരെയും തെറിപറയും, ആക്ഷേപിക്കും. ഉമ്മയെ ദൂരത്താക്കും, ബാപ്പയെ ദൂരത്താക്കും, ചങ്ങാതിമാരെ അടുപ്പിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ചെറിയ ചെറിയ അടയാളങ്ങൾ പറഞ്ഞു. അത് ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ എല്ലാം ശേഷം അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആന്റെ ആയത്തോതി പറയുന്നു, മാ യൻദുറൂന ഇല്ലാ സയ്ഹതൻ വാഹിദ. അന്ത്യനാൾ ഉണ്ടാകുമ്പോൾ അവർ ചെറിയ ഒരു അടയാളം കഴിഞ്ഞതിന് ശേഷം, ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ നടന്നതിന് ശേഷം അവർക്ക് പിന്നെ ഒരേ ഒരു അട്ടഹാസമാണ് വരാനിരിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്താ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാൾ സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മനുഷ്യൻ അവന്റെ കാര്യത്തിലാണ്, അവന്റെ സ്വന്തം കാര്യത്തിലാണ്. വറജുലു യസ്തി മാശിയതഹു, ഒരാള് അയാളെ മൃഗത്തിന് വെള്ളം കുടിപ്പിക്കുന്നു. വറജുലു യസ്ലിഹു ഹൗലഹു, മറ്റൊരാള് അയാളെ ടാങ്കി നന്നാക്കുന്നു, വീട്ടിന്റെ വെള്ളത്തിന്റെ ടാങ്കി നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരാൾ അയാളുടെ ആയുധത്തിന്, അയാളുടെ ചരക്കുകൾ, അങ്ങാടിയിലുള്ള ചരക്കുകൾ, ആ ചരക്കുകൾ അത് വിൽക്കാൻ നിൽക്കുന്നു. മറ്റൊരാളോ അങ്ങാടിയിൽ അയാളുടെ ബാലൻസ് ഉണ്ടല്ലോ, ത്രാസ് തൂക്കിക്കളയുന്ന ത്രാസ്, അത് കീപ്പോട്ടും മേപ്പോട്ടുമായി ഇയാൾ തൂക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ആ സമയത്താണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്നുള്ള കാഹളത്തിൽ ഊതിക്കളയുന്നത്. ഈ അവസ്ഥയിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ ഓതുന്നത്. ഫലാ യസ്തതീഊന തൗസിയ. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞത്, അവർക്ക് ഒരു വസിയ്യത്ത് ചെയ്യാനോ അവരുടെ കുടുംബത്തിലേക്ക്, വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, കുടുംബത്തിലേക്ക് മടങ്ങി പോകാനോ ഇവർക്ക് പറ്റുന്നില്ല. ഇവർക്കൊരു ശബ്ദമാണ് കേൾക്കുന്നത്. ആ ശബ്ദം എന്താണെന്ന് ഇവിടെ ഇവർക്ക് മനസ്സിലാകുന്നില്ല. ആ ശബ്ദം കേട്ടപ്പോൾ ഗർഭിണിയായ പെണ്ണുങ്ങൾ അവർ പ്രസവിച്ച് കളയുന്നു. വയറ്റിലുള്ള കുട്ടി പുറത്തേക്ക് വരുന്നു. ഒരു ഡോക്ടറുടെയും ആവശ്യം വരുന്നില്ല. അവരെ ശുശ്രൂഷിക്കാൻ ഒരു പരിചാരകയുടെയും ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അവർ പ്രസവിച്ച് കളയുന്നു. കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിലോ അവർക്ക് കുട്ടി എവിടെയാണെന്നുള്ള ഓർമ്മയുമില്ല, ഒരു ശ്രദ്ധയുമില്ല. എല്ലാ ആൾക്കാരും അന്തം വിട്ടുപോവുകയാണ്. എന്താ നടക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല, എന്താ സംഭവിച്ചതെന്നറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ഖിയാമത്ത് നാൾ ഉണ്ടാകണമെങ്കിൽ ലാ തഖൂമുസ്സാഅതു ഹത്താ തകൂന, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഈ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അല്ലാ എന്ന് പറയുന്ന ഒരാൾ ഈ ഭൂമിയിൽ ഉള്ള കാലത്തോളം, അല്ലാ എന്ന് പറയുന്ന ആ വചനം പറയുന്ന ഒരേ ഒരു കുട്ടി ഈ ഭൂമിയിലുണ്ടെങ്കിൽ
അള്ളാഹു ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കൂല. അപ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന മുഴുവൻ ആൾക്കാരും മരിച്ചുപോയി. അള്ളാഹുവിനെ പേടിക്കുന്നവരെല്ലാം മരിച്ചുപോയി. തമാടിത്തങ്ങൾ അധികരിച്ചു, ഹറാമുകളും അശ്ലീലങ്ങളും അധികരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആൾക്കാർ കൈതകൾ എങ്ങനെയാണോ, കാട് കൈതകൾ എങ്ങനെയാണോ ആണും പെണ്ണുമില്ലാതെ ലകാലുമില്ലാതെ പരസ്യമായി വ്യഭിചരിക്കുന്നത്, അതേപോലെ ആണും പെണ്ണും പരസ്യമായി ഒരുമിച്ച് കൂടുകയും അവർ നഗ്നരായി നടക്കുകയും ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഓപ്പനാക്കി വെച്ചുകൊണ്ട് അവർ വ്യഭിചരിക്കുന്ന ഒരു കാലം വന്നാൽ പിന്നെ അള്ളാഹു ഈ സമുദായത്തിലേക്ക് മാപ്പ് കൊടുക്കൂല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്നുള്ള കാഹളത്തിൽ ഊതുകയാണ്. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ ആൾക്കാർ അവർ സ്വന്തം കാര്യത്തിലാണ്, അവർക്ക് വീട്ടിലേക്ക് മടങ്ങാനും പറ്റില്ല. അങ്ങാടിയിലുള്ളവൻ അങ്ങാടിയിൽ തന്നെയാണ്. അവിടെ പ്രളയം സംഭവിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ സംഭവിച്ചോ അങ്ങനെ ചോദിക്കാനൊന്നുമില്ല. അവിടെ സംഭവിച്ചു, ഞാനിപ്പോൾ ടിവിയിൽ നോക്കി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ന്യൂസ് വന്നു, അത് പറയാനില്ല. അവിടെയും ഇവിടെയും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഒരു സെക്കൻഡിലാണ് സംഭവിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിസ്സാഅതി. ഒരു ചെറിയ ഒരു കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ്. അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. ഒരു കണ്ണടച്ചു തുറന്നു, അതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് ഈ ഖിയാമത്ത് നാള്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം വരാനുണ്ട്. അതിപ്പോ വരട്ടെ, എപ്പോ വരും? അവരിങ്ങനെ ചോദിക്കുകയാണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റസൂലിനോട്. പക്ഷേ അള്ളാഹു പറയുന്നു, മാ യൻദുറൂന ഇല്ലാ സയ്ഹതൻ വാഹിദ. അവർ ചോദിച്ചതുപോലെയല്ല കാര്യം. അവർ ചോദിക്കുന്നത് അത് എപ്പോ സംഭവിക്കുമെന്ന് മാത്രമാണ്. പക്ഷേ അത് സംഭവിച്ചാൽ, ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ രക്ഷയില്ല. പിന്നെ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ആ സമയത്തൊന്ന് തൗബ ചെയ്താലും തൗബ സ്വീകരിക്കൂല. ആ സമയത്ത് ഞാൻ നിസ്കരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിന് മുമ്പ് ചെയ്യുന്ന തൗബയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അതിന് മുമ്പ് ചെയ്യുന്ന ഇബാദത്താണ് പടച്ചറബ് സ്വീകരിക്കുന്നത്. കണ്ണുകൊണ്ട്, നഗ്നമായ കണ്ണുകൊണ്ട് ഒരു മനുഷ്യൻ ശിക്ഷയെ കണ്ടാൽ, വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ടാൽ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പറയുമെന്നും ഖുർആൻ പറയുന്നു, പടച്ചവനെ എനിക്കൊരൽപ്പസമയം വൈകിത്താ, എനിക്കൊരൽപ്പസമയം നീട്ടിത്താ, ഞാൻ പോയി നിസ്കരിക്കാം, ഞാൻ സദഖ കൊടുക്കാം, ഞാൻ നല്ലത് ചെയ്യാം, ഞാൻ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറാം, ഞാൻ ദീനിയായ കാര്യങ്ങൾ നടത്താം, 1 മണിക്കൂറിന്റെ സമയം മതി എനിക്ക്, എല്ലാം ഞാൻ നന്നാക്കാം. ഇല്ല. പക്ഷേ അള്ളാഹു പറയുന്നത്, ഇതാ ബലഗതി തറാഖിയ, നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തിപ്പോയാൽ പിന്നെ മോനെ നിനക്ക് സമയമില്ല. നിന്റെ സമയമെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. അസ്തമിച്ചു പോയ സൂര്യൻ തിരിച്ചു വരുമോ? കടൽ മുങ്ങാൻ പോയ സൂര്യൻ തിരിച്ചു വരുന്ന യാഥാർത്ഥ്യമുണ്ടോ? എങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുന്നത് എങ്ങനെയാണ്? പക്ഷേ അത് പിറ്റത്തെ ദിവസം തിരിച്ചു വരും. എന്നാൽ നമ്മുടെ റൂഹങ്ങ് തിരിച്ചു പോയാൽ, സമയം കഴിഞ്ഞാൽ, ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ, 1 സെക്കൻഡ് മുന്നോട്ടുമില്ല, 1 സെക്കൻഡ് പിന്നോട്ടുമില്ല. ഇങ്ങനെ തന്നെയാണ് ഖിയാമത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്.